ഹായ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് എക്കണോമിക്സാണ്. അതായത് BECC 132 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ടെക്സ്റ്റിൽ നിന്നും ഒരു ടോപ്പിക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ടോപ്പിക് നെയിം ഒലിഗോപ്പൊളി. എന്താണ് ഒലിഗോപ്പൊളി? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെയാണ് നമുക്കിന്ന് പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്താണ് ഒലിഗോപ്പൊളി? You see, oligopoly refers to the presence of few sellers in the market selling homogeneous or differentiated product. ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങളുമായി വളരെ കുറച്ച് സെല്ലേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ. സെല്ലിംഗ് ദി ഹോമോജീനിയസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആവാം. ഫ്യൂ സെല്ലേഴ്സാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കുറച്ച് മാത്രം സെല്ലേഴ്സ് ഉണ്ടായിരിക്കുന്ന മാർക്കറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒലിഗോപ്പൊളി എന്ന് വിശേഷിപ്പിക്കുക. ഇൻ അതർ വേർഡ്സ്, ദ ഒലിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ ലൈസ് ബിറ്റ്വീൻ ദ പ്യുവർ മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളി എന്താണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്നുള്ളതൊക്കെ നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സെല്ലേഴ്സ് മാർക്കറ്റിനെ കീഴടക്കിക്കൊണ്ട് അവരാണ് അവിടുത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൺട്രോളിംഗ് ഒക്കെ അവരുടെ പക്കലായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫ്യൂ ഒലിഗോപ്പൊളി. അപ്പോൾ പ്രത്യേകത എന്തൊക്കെയായിരിക്കാം? ഒലിഗോപ്പൊളി മാർക്കറ്റിൽ ഐദർ പ്രൊഡ്യൂസേഴ്സ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഓർ പ്രൊഡ്യൂസേഴ്സ് ഹെറ്ററോജീനിയസ് പ്രോഡക്റ്റ്. എന്തൊക്കെയാണ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ? ദ ഫേംസ് പ്രൊഡ്യൂസിങ് ദി ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആർ കാൾഡ് ആസ് ദ പ്യുവർ ഓർ പെർഫെക്റ്റ് ഒലിഗോപ്പൊളി. ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂ പ്രൊഡ്യൂസേഴ്സുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ നമുക്ക് പ്യുവർ അഥവാ പെർഫെക്റ്റ് ഒലിഗോപ്പൊളി എന്ന് പറയാം. ഇതെവിടെയാണ് കണ്ടുവരുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് സച്ച് ആസ് അലുമിനിയം, കോപ്പർ, സ്റ്റീൽ, സിങ്ക്, അയൺ എക്സെട്ര. ഇവിടെയൊക്കെ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് മാത്രമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുന്ന അവസ്ഥ. ദെൻ അഗെയിൻ ഹെറ്ററോജീനിയസ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് എടുത്താൽ ദ ഫേംസ് പ്രൊഡ്യൂസിങ് ഹെറ്ററോജീനിയസ് പ്രോഡക്ട്സ് ആർ കാൾഡ് ആസ് ഇംപെർഫെക്റ്റ് ഓർ ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി. രണ്ട് നെയിമുണ്ട്. ഒന്നെങ്കിൽ ഇംപെർഫെക്റ്റ് ഒലിഗോപ്പൊളി എന്ന് പറയാം, അതല്ല എങ്കിലോ ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി. സച്ച് ടൈപ്പ് ഓഫ് ഒലിഗോപ്പൊളി ഈസ് ഫൗണ്ട് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ കേസിലാണ് ഇത്തരത്തിലുള്ള ഒലിഗോപ്പൊളി കാണാൻ സാധ്യതയുള്ളത്. സച്ച് ആസ് ഓട്ടോമൊബൈൽസ്, സോപ്സ്, ഡിറ്റർജൻസ്, ടെലിവിഷൻസ്, റെഫ്രിജറേറ്റേഴ്സ് എക്സെട്ര. ഇതെല്ലാം ഹെറ്ററോജീനിയസ് പ്രോഡക്റ്റ്, വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാം. ദെൻ അടുത്ത കേസ് എന്താ? ഫീച്ചേഴ്സ് ഓഫ് ഒലിഗോപ്പൊളി. അതിൻ്റെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്ന് ഫ്യൂ സെല്ലേഴ്സാണ്. അണ്ടർ ഒലിഗോപ്പൊളി മാർക്കറ്റ് ദ സെല്ലേഴ്സ് ആർ വെരി ഫ്യൂ, ദ കസ്റ്റമേഴ്സ് ആർ മെനി. അതായത് ഫ്യൂ ആണ്, വളരെ കുറച്ച് മാത്രം സെല്ലേഴ്സ് ഉണ്ടായിരിക്കുക, കസ്റ്റമേഴ്സ് ധാരാളമുണ്ട്. ഫ്യൂ ഫേംസ് എന്ത് ചെയ്യും? മാർക്കറ്റിനെ ഡൊമിനേറ്റ് ചെയ്യും. എന്നിട്ടോ പ്രൈസിനെയും പ്രോഡക്റ്റിനെയും സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് കൺട്രോൾ അവരുടെ കയ്യിലുമായിരിക്കും. ദ ഫേംസ് അണ്ടർ ഒലിഗോപ്പൊളി they may control the market and enjoy, they dominate the market and enjoy control over price of the product. പിന്നെ പറയുന്നത് ഇൻ്റർഡിപ്പെൻഡൻസ്. യു സി ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആൻ ഒലിഗോപ്പൊളി മാർക്കറ്റ്. എന്താ ഈ പരസ്പരാശ്രയത്വം എന്ന് പറയുക? വേർ ദ സെല്ലർ ഹാസ് ദ സെല്ലർ ഹാസ് ടു ബി കോഷ്യസ് വിത്ത് റെസ്പെക്ട് ടു എനി ആക്ഷൻ ടേക്കൺ ബൈ ദ കോമ്പീറ്റിംഗ് ഫേംസ്. തന്നോട് മത്സരിച്ച് നിൽക്കുന്ന മറ്റ് സെല്ലറുണ്ടല്ലോ, പ്രൊഡ്യൂസറുണ്ടല്ലോ, അപ്പോൾ ഇയാൾക്ക് എപ്പോഴും വളരെയധികം അയാൾ കോഷ്യസ് ആയിരിക്കും, ജാഗ്രതയോടുകൂടിയേ മുന്നോട്ട് പോവുകയുള്ളൂ. കാര്യം താൻ എന്ത് ആക്ഷൻ എടുത്താലും അത് മറ്റ് സെല്ലർ നോക്കിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് ജാഗ്രതയോടുകൂടി മാത്രമേ താൻ പ്രൊഡക്ഷൻ ഫീൽഡിൽ ചേഞ്ചസ് വരുത്തുകയുള്ളൂ. സിൻസ് ദെയർ ആർ ഫ്യൂ സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ഇഫ് എനി ഫേം മേക്സ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓർ പ്രൊമോഷണൽ സ്കീം, all other firms in the industry have to comply with it to remain in the competition. അതായത് ഇവിടെ കുറച്ച് പേര് തമ്മിലുള്ള മത്സരം നടക്കുന്ന മാർക്കറ്റ്. അപ്പോൾ ഇവിടെ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ പ്രൊഡക്റ്റീവ് ഫീൽഡിൽ എന്തെങ്കിലും പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ചേഞ്ചസ് വരുത്തിയാൽ അത് മറ്റുള്ളവരും അതിനപ്പുറമുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അവർ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ തുനിഞ്ഞാൽ അത് വലിയ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻസ് എന്നുള്ള ആ ഒരു പോളിസി രൂപപ്പെടുത്തിക്കൊണ്ടാണ് മുന്നേറുന്നത്.
Thus, in every firm remains alert to the actions of others and plan their counter attack beforehand to escape the turmoil. അതായത് ഇവിടെ ഓരോരുത്തരും വളരെ കോഷ്യസാണ്. എല്ലാ ഫേംസും എടുക്കുന്ന ആക്ഷൻസ് പരസ്പരം അറിഞ്ഞുകൊണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ. പരസ്പരം അവർ പ്ലാൻ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ തനിക്ക് എതിരാളിയായിട്ടുള്ള ആൾ എന്തെങ്കിലും കൗണ്ടർ അറ്റാക്ക് നടത്തിയാൽ അതിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഇവർ ആവിഷ്കരിക്കും. Hence, there is a complete interdependence among the sellers with respect to their price output policies. Okay. അടുത്തത് അഡ്വർടൈസിംഗ് ആണ്. Under oligopoly market, every firm advertises their products on a frequent basis with the intention to reach more and more customers and to increase their customer base. This advertising makes the competition intense. അതായത് കോമ്പറ്റീഷൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഒലിഗോപ്പൊളി മാർക്കറ്റിൽ നിലവിലുള്ള കുറച്ച് ഫോംസ് എല്ലാം ഇപ്പോഴും അവരുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും ഇങ്ങനെ പേപ്പറായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പത്രമാധ്യമങ്ങളിലോ ടി വിയിലൂടെയൊക്കെ നിരന്തരമായിട്ട് അവരുടെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കും. ഈ പരസ്യത്തിൻ്റെ പ്രത്യേകത എന്താ? എന്തിനാണ് ഇവർ കൊടുക്കുന്നത്? കൂടുതൽ കസ്റ്റമേഴ്സിനെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഡ്വർടൈസിങ്ങിലൂടെ കോമ്പറ്റീഷൻ അതിൻ്റെ ഏറ്റവും ലെവലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. If any firm does a lot of advertisement while the other remained silent, then you will observe that these customers are going to the firm which is continuously promoting this product. Thus, in order to be in the race, each firm spends a lot of money on advertisement activities. ഇവിടെ ഒരു ഓട്ടപ്പാച്ചിലാണ് സ്ഥാപനങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരു സ്ഥാപനം തൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് എന്ത് കൊടുക്കും? പരസ്യം കൊടുക്കും. അവരത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അടുത്തിരിക്കുന്ന ഇതേപോലുള്ള സ്ഥാപനം അവരനങ്ങാതിരിക്കും. അങ്ങനെ അനങ്ങാതിരിക്കുന്നത് കാണുമ്പോഴേക്കും സെല്ലേഴ്സിനെ സംബന്ധിച്ച് അവരുടെ അടുത്തേക്ക് പരസ്യം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്കായിരിക്കും കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓട്ടപ്പാച്ചിൽ അവർക്ക് ജയിക്കുവാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അടുത്ത പ്രത്യേകത കോമ്പറ്റീഷനാണ്. അതായത് ഇവിടെ വളരെയധികം ജെനുവിനായിട്ട് നമുക്ക് പറയാം. ഇവിടുത്തെ കളിക്കളത്തിലെ ഫ്യൂ പ്ലെയേഴ്സാണ് മാർക്കറ്റിലുള്ളത്. ഇവിടുത്തെ കളിക്കളം ഏതാണ്? ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ എത്തുമ്പോഴേക്കും ആ കളിക്കളത്തിലെ സെല്ലേഴ്സ് വളരെ കുറച്ച് പ്ലെയേഴ്സാണ്. അതുകൊണ്ട് ദർ വിൽ ബി ആൻ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ എമംഗ് ദ സെല്ലേഴ്സ്. വളരെയധികം കോമ്പറ്റീഷൻ അവർക്കിടയിൽ ഉണ്ടാവാം. എനി മൂവ് ബൈ വൺ ഫോം വിൽ ഹാവ് എ കൺസിഡറബിൾ impact on its rivals. Thus, every seller keeps an eye over its rivals and ready with the counter attack. അതുകൊണ്ട് കുറച്ച് പേർക്കിടയിൽ മത്സരമുണ്ട്. മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഒരു കോമ്പറ്റീഷനെ ബേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ അവിടെ നടത്തുകയാണെങ്കിൽ അത് മറ്റു ഫേം അത് നോക്കിയിരിക്കും എന്താണ് ചെയ്യുന്നത്, തൻ്റെ എതിരാളി എന്താണ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ എതിരാളിയെ എല്ലാ തരത്തിലും കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിന് റെഡി ആയിട്ടായിരിക്കും മറ്റുള്ളവരും നിലകൊള്ളുക എന്ന് നമുക്ക് പറയാം. പിന്നെന്താ? ഇഷ്ടമുള്ളപ്പോൾ കയറി വരാം, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാം. എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് ഫേം ക്യാൻ ഈസിലി എക്സിറ്റ് ഓർ എൻറ്റർ ഇൻ ദ ഇൻഡസ്ട്രി വെനെവർ ദേ വാണ്ട്, ബട്ട് ഹാസ് ടു ഫേസ് എ സർട്ടൻ ബാരിയേഴ്സ് ടു എൻറ്റർ ഇറ്റ്. പക്ഷേ ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ്? ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന റെസ്ട്രിക്ഷൻ, ലൈസൻസ് വേണ്ടി വരും, പാറ്റൻറ്റ് റൈറ്റ് വേണ്ടി വരും, ലാർജ് ഫേംസ്, എക്കോണമിക്സ് ഓഫ് സ്കെയിൽ, ഹൈ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടാവാം, കോംപ്ലക്സ് ടെക്നോളജി ആവശ്യം, ഇതെല്ലാം ബാരിയറായിട്ട് മാറാം. അപ്പോൾ ആൾസോ സംടൈംസ് ദ ഗവൺമെൻറ് റെഗുലേഷൻസ് ഫേവർ ഇൻ എക്സിസ്റ്റിംഗ് ലാർജ് ഫേംസ് ദെർബൈ ആക്ടിങ് ആസ് എ ബാരിയർ ടു ദ ന്യൂ എൻട്രൻസ്. അതായത് പുതുതായിട്ട് കടന്നു വരുന്നവർക്ക് ചില തടസ്സങ്ങളെന്ന രീതിയിൽ ഗവൺമെൻറ് റെഗുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇവർ പാലിക്കേണ്ടി വരും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫേംസിനത് റെഗുലേഷൻസ് എന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ബാരിയർ ടു ന്യൂ എൻട്രൻസ് എന്ന രീതിയിൽ നിലകൊള്ളാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ബാരിയേഴ്സ്. അടുത്തത് എന്താണ്? ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ഇവിടെ 10 പേരാണ് ഇവിടെ ഉള്ളത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. സോ ദർ ഈസ് എ ലാക്ക് ഓഫ് യൂണിഫോമിറ്റി എമംഗ് ദ ഫോംസ് ഇൻ ദ ടേംസ് ഓഫ് ദെയർ സൈസ്. സം ആർ ബിഗ്, സം ആർ സ്മാൾ, ഇങ്ങനെ വരാം. ചില സാധനങ്ങൾ വലിപ്പമുണ്ടാകാം, ചിലത് എങ്ങനെയായിരിക്കാം, ചെറുതുമാകാം. വളരെ കുറച്ച് ഫോംസ് മാത്രമല്ലേ ഉള്ളൂ. സിൻസ് ദർ ആർ ലെസ് നമ്പർ ഓഫ് ഫോംസ്, അതാണ് പ്രത്യേകത. വളരെ കുറച്ച് ഫോംസ് എവിടെയുള്ള. അതുകൊണ്ട് എനി ആക്ഷൻ ടേക്കൺ ബൈ വൺ ഫോം ഹാസ് എ കൺസിഡറബിൾ എഫക്റ്റ് ഓൺ ദി അതർ. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ അത് മറ്റുള്ളവരെയും സ്വാധീനിക്കും. അതുകൊണ്ട് thus we can say that every firm must keep a close eye on its counterpart and plan
ദി പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ്ലി. അതുകൊണ്ട് ഇവിടെ എല്ലാവരും മറ്റുള്ളവരുടെ മേലൊരു കണ്ണുണ്ടാവും. ഓരോരുത്തർക്കും നിലവിലുള്ള മറ്റുള്ള ഫേംസിൻ്റെ മേലൊരു കണ്ണുണ്ടാകും. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ മൂവ്മെൻറ്റ് എന്താണ്, അവർ പ്രൊമോഷണൽ ആക്ടിവിറ്റി എന്ന രീതിയിൽ എന്ത് ചെയ്യും. അപ്പോൾ തത്തുല്യമായ രീതിയിൽ തന്നെ ഒരു കൗണ്ടർ ആക്ടിവിറ്റി എന്ന രീതിയിൽ കണ്ടന്റ് അടുത്തിരിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് ഫ്യൂ സെല്ലേഴ്സ്, ഇൻ്റർഡിപെൻഡൻസ്, അഡ്വർടൈസിങ്, കോമ്പറ്റീഷൻ, എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ്, lack of uniformity. These are some points regarding the features of oligopoly market. So this session is over. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠന വഴിയിൽ സപ്പോർട്ടീവ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ടീച്ചർ ശശികല. താങ്ക് യു.